ഹരേ രാമ ഹരേ രാമ. ഇന്ന് കർക്കിടകം 19. ഇന്ന് സുന്ദരകാന്ഡം ആരംഭിക്കുകയാണ്. മഹേന്ദ്രപർവ്വതത്തിന് മുകളിൽ കയറി നിൽക്കുന്ന ഹനുമാൻ മറ്റ് കപിവരന്മാരോട് സീതാദേവിയെ കണ്ട് തിരിച്ചുവരാം എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തിപ്പിടിച്ച് ദക്ഷിണ ദിക്കിലേക്ക് ഒരൊറ്റ ചാട്ടം. അങ്ങനെ ഹനുമാൻ ലങ്കയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ദേവന്മാർക്ക് ഹനുമാന്റെ കഴിവുകളിൽ ആത്മവിശ്വാസമുണ്ട്. എന്നാലും അതിന്റെ മൂർച്ച കൂട്ടാൻ, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഒരു ചെറിയ മുന്നറിയിപ്പ് നൽകാൻ അവർ ആഗ്രഹിച്ചു. ദേവന്മാരുടെ ഇച്ഛയനുസരിച്ച് സുരസ ഹനുമാന് മാർഗതടസ്സമായി പോകാൻ തീരുമാനിക്കുന്നു. ഹനുമാൻ സൂര്യപ്രഭയോടുകൂടി ആകാശത്തിൽ ലങ്കാപുരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സുരസ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അവൾ അലറിക്കൊണ്ട് ഹനുമാന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നീ എൻ്റെ ഇരയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണ്, ഒട്ടും സമയം കളയാതെ നീ എൻ്റെ വായിലേക്ക് കയറിക്കോളൂ. ഇത്രയും കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ ശ്രീരാമപത്നിയായ സീതാദേവിയെ തേടിയിറങ്ങിയതാണ് ലങ്കാപുരിയിലേക്ക്. സീതാദേവിയെ കണ്ട് ആ വിവരം ശ്രീരാമദേവനെ അറിയിച്ച് ഞാൻ തിരിച്ച് നിന്റെ അടുത്തേക്ക് എത്താം. ഉടനെ സുരസ പറഞ്ഞു, എനിക്ക് ഇത്രയും കാലമൊന്നും നിന്നെ കാത്തിരിക്കാൻ കഴിയില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്, നീ എൻ്റെ വായിലേക്ക് കയറുക എന്ന് പറഞ്ഞ് വാ പിളർന്ന് ഹനുമാന്റെ അടുത്തേക്ക് നീങ്ങി. 10 യോജന വിസ്തൃതിയിൽ ഹനുമാൻ അങ്ങ് വളർന്നു. അത് കണ്ടപ്പോൾ സുരസ അതിലും വലുതായി. ഉടനെ ഹനുമാൻ വീണ്ടും വളർന്നു. അങ്ങനെ അത് 30 40 50 50 യോജന വാ പിളർന്ന് സുരസ നിൽക്കുമ്പോൾ ഹനുമാൻ ഒരു ചെറുവിരലിന്റെ വലുപ്പത്തിലായി സുരസയുടെ വായിൽ കയറി ചെവിയിലൂടെ പുറത്തു വന്നു. എന്നിട്ട് സുരസയോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിന്നിൽ നിന്ന് ജനിച്ചതാണ്, എന്നെ അനുഗ്രഹിച്ചാലും മാതാവേ. ഇത് കേട്ടപ്പോൾ സുരസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ലങ്കയിൽ ചെന്ന് സീതാവൃത്താന്തമെല്ലാം അറിഞ്ഞ് രാഘവനെ അറിയിക്കേണ്ടതാണ്. അതും പറഞ്ഞ് സുരസ അവിടെ നിന്നും യാത്രയായി. ഹനുമാൻ വീണ്ടും യാത്ര തുടർന്നു. വരുണദേവൻ മൈനാകപർവ്വതത്തോട് പറഞ്ഞു, ദേവകാര്യാർത്ഥം യാത്ര പുറപ്പെട്ട ഹനുമാനെ നീ സൽക്കരിക്കണം. അങ്ങനെ മൈനാകം ഹനുമാൻ യാത്ര ചെയ്യുന്ന വഴിയിൽ സാഗരത്തിൽ നിന്ന് പൊങ്ങി. മൈനാകം മനുഷ്യവേഷം ധരിച്ച് ഹനുമാനോട് പറഞ്ഞു, ദേവകാര്യാർത്ഥം യാത്ര ചെയ്യുകയാണോ? നിനക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ദാഹവും വിശപ്പുമെല്ലാം അടക്കി യാത്ര തുടരാവുന്നതാണ്. എന്നാൽ മൈനാകത്തെ തൊഴുതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, ഞാൻ ശ്രീരാമകാര്യാർത്ഥം യാത്ര പോവുകയാണ്. ഇനി ആ കാര്യസാധ്യത്തിന് ശേഷമേ എനിക്ക് വിശ്രമമുള്ളൂ. അങ്ങയുടെ സൽക്കാരം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മൈനാകപർവ്വതത്തെ തലയോടി അവിടെ നിന്നും വീണ്ടും യാത്രയായി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആരോ തന്നെ താഴോട്ട് വലിക്കുന്നതായി തോന്നി. ആരാണ് എന്റെ മാർഗം മുടക്കിയത് എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അതിഭയങ്കരയായ ഒരു രാക്ഷസിയെ കണ്ടു. ഛായാഗ്രഹിണി, സിംഹിക. നിഴലു പിടിച്ച് താഴോട്ട് വലിച്ച് അവരെ ആഹാരമാക്കുകയാണ് സിംഹിക ചെയ്യാറുള്ളത്. ഒട്ടും താമസമില്ലാതെ ഹനുമാൻ സിംഹികയെ കൊന്നു. വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഹനുമാൻ ലങ്കയുടെ അടുത്തെത്തി. സ്വർണ്ണ നിറത്തിൽ അതിമനോഹരിയായി ലങ്കാനഗരം കാണപ്പെട്ടു. ഇനി അതിനകത്തേക്ക് കടക്കണം. മനസ്സിൽ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചു. അതിനകത്തേക്ക് കടക്കാൻ ഹനുമാൻ തീരുമാനിച്ചു. ലങ്കയ്ക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഭയങ്കരയായ ഒരു നിശാചരി ഹനുമാനെ തടസ്സപ്പെടുത്തി. എന്താണ് നീ ഇങ്ങോട്ട് വരാനുള്ള കാരണം? നിന്റെ ആവശ്യം എന്താണ്? മറ്റാർക്കും ഇവിടെ പ്രവേശിച്ചുകൂടാ എന്ന് പറഞ്ഞ നിശാചരി ഹനുമാനെ മുഷ്ടിപ്രഹരം നടത്തി. എന്നാൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഹനുമാൻ അവളെയും പ്രഹരിച്ചു. ഒരൊറ്റ മുഷ്ടിപ്രഹരം കൊണ്ട് ആ രാക്ഷസി ചോര ഛർദ്ദിച്ചു. ആ രാക്ഷസി ലങ്കാശ്രീ ആയിരുന്നു. ഹനുമാന്റെ മുഷ്ടിപ്രഹരത്താൽ ശാപമോക്ഷം നേടാൻ വിധിക്കപ്പെട്ടവളായിരുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് ശാപമോക്ഷത്തിനായി സീതാദേവിയെ അന്വേഷിച്ചു വരുന്ന ഹനുമാന് വേണ്ടി വർഷങ്ങളായി ലങ്കയിൽ നിശാചരിയായി ലങ്കാശ്രീ കാത്തിരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഹനുമാനെ അറിയിച്ച ശേഷം ലങ്കാശ്രീ പറഞ്ഞു, അശോകവനിയിൽ ചെന്ന് സീതാദേവിയെ കാണുക, എന്നിട്ട് ആ വൃത്താന്തങ്ങൾ രാഘവനെ അറിയിക്കുക. ഞാൻ ശ്രീരാമദേവനെ നമസ്കരിക്കുന്നു. ഇത്രയും പറഞ്ഞ് ലങ്കാശ്രീ അവിടെ നിന്നും യാത്രയായി. ഇന്നത്തെ കഥാസാരം ഇവിടെ നിർത്തുന്നു. ഹരേ രാമ ഹരേ രാമ.